ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഒരു യാത്രയിലായിരുന്നു. അതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്യാണ്ട് സാധിച്ചില്ല. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിനായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിൻ്റെ മധ്യത്തിൽ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കി അതിനുവേണ്ടി ശ്രദ്ധിക്കണമെന്നുള്ളതാണ് മെസ്സേജ്. അത് ബൈബിളിൽ നിന്നും 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 20-ാം വാക്യം. ഈ വാക്യത്തെ വന്നിട്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ മിഡിൽ വാക്യമെന്ന് പറയപ്പെടുന്നു. അത് യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിൻ്റെ സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. അതിൽ നിന്ന് 20-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതായത്, പിന്നെ അവർ അതികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. യഹോശാഫാത്ത് രാജാവ് ദൈവത്തിൻ്റെ ആത്മാവ് യഹസിയേൽ എന്ന ലേവ്യനിൽ കൂടി സഭാമധ്യത്തിൽ വെച്ച് അരുളി ചെയ്ത അരുളപ്പാടിൽ വിശ്വസിച്ചു. ആ അരുളപ്പാടിൻ്റെ കണ്ടന്റ് ഇതായിരുന്നു: ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രയെന്ന്. ആ സംഭവം ഞാൻ വായിക്കുന്നില്ല. രാജാവ് പിന്നീട് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചതും ജനത്തോടൊപ്പം പോയ കാര്യങ്ങളൊക്കെയും അത് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ പ്രതികാരം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടതോ കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ഏത് പ്രതികൂലം വന്നാലും ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് നമ്മുടെ വിഷയം ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവൻ യുദ്ധം ചെയ്തു കൊള്ളും. അവൻ നമുക്കായി യുദ്ധം ചെയ്യുമെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത്. എന്നാൽ ആ രാജാവ് ജനങ്ങളും അതികാലത്ത് തന്നെ എഴുന്നേറ്റ് അവരതിനായി പ്രയത്നിക്കുവാനായിട്ട് ആ കാര്യം ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യുവാനായിട്ടൊക്കെ ഒരുക്കമുള്ളവരായിരുന്നു എന്നുള്ള മറ്റൊരു പ്രധാന വിഷയമാണ്. നമ്മൾ മടി പിടിച്ച് നമ്മളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കിടന്നുറങ്ങി നമ്മൾ ചിന്താകുലരായിരിക്കുന്നതിനെ കഴിഞ്ഞ് ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ ബൈബിളിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്, അതികാലത്ത് എഴുന്നേറ്റ് ദൈവസന്നിധിയിലിരുന്ന് നമ്മുടെ വിഷയത്തെ സമർപ്പിച്ചാൽ അതിന് വളരെ പ്രയോജനമുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവശബ്ദം നിങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കട്ടെ. ഇവിടെ രാജാവ് പറഞ്ഞ പോലെ, യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയുകയാണ്, നമ്മൾ കർത്താവിൽ വിശ്വസിച്ചാൽ നമ്മളുടെ ഉറച്ചു നിൽക്കുവാനുള്ള ബലവും ശക്തിയും അവൻ്റെ അനുഗ്രഹവും പ്രസാദവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ബൈ ടു ഓൾ.